കെ.എസ്.ആർ.ടി.സി വോൾവോ ബസും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ച് കെ.എസ്.ആർ.ടി.സി ബസ് തോട്ടിലേക്ക് ചരിഞ്ഞു. സംഭവം നടന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് സമീപം പുലിക്കോടാണ്. പുലിക്കോട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം പുലർച്ചെ നടന്നത്. രാവിലെ 6:30 കൂടിയായിരുന്നു സംഭവം. കോട്ടയം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സിയുടെ വോൾവോ ബസും തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് ബസും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. എന്തായാലും മറ്റൊരു വാഹനത്തെ മറികടക്കാൻ കെ.എസ്.ആർ.ടി.സി ശ്രമിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. കെ.എസ്.ആർ.ടി.സി ബസ്സിന് മുന്നേ പോയ ആനയെ കയറ്റി കൊണ്ടുപോയിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ടൂറിസ്റ്റ് ബസ്സിനെ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ തോട്ടിലേക്ക് ബസ് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ശ്രമഫലമായി തൊട്ടടുത്തുള്ള സ്വകാര്യ ആസ്പത്രികളിലൊക്കെ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറുടെ സഹായി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സംഭവം നമ്മളിവിടെ വന്ന വഴിക്ക് ഓവർടേക്ക് ചെയ്ത് ആന വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി ഇടിക്കുന്നത്. നമ്മൾ ചവിട്ടി നിർത്തിയ വണ്ടികൾ തിരിച്ചു നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തും കൂടെ ഓളയിൽ നിന്ന് വരുന്ന ട്രിപ്പായിരുന്നു. അവിടെ നിന്ന് ഓടിയുന്ന വണ്ടിയിൽ ഇവിടെ വന്ന് ചവിട്ടി മഴയുണ്ടായിരുന്നു, ചാറ്റ മഴയുണ്ടായിരുന്നു. പുള്ളി വന്ന് നേരിട്ട് മൂന്നാമത്തെ വണ്ടി തട്ടിയിട്ട് നമ്മളെല്ലാം ഇടിച്ചങ്ങനെ പോയത്. നമ്മൾ കോട്ടയം പോകാൻ വേണ്ടി വേണം. കോട്ടയത്ത് പോയിട്ട് വന്ന വഴിക്കാണ് ഇടിച്ച വണ്ടി ഇതങ്ങ് താഴെ പോയി. മറ്റേ ആന വണ്ടി അങ്ങോട്ട് ഇവിടെ കിടക്കുമ്പോൾ നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ മാറ്റി എല്ലാ വണ്ടികളും അല്ല വേറെ അത് ഓർമ്മ തരുന്നത്. എൻ്റെ ഒരു മധു ക്ലിയർ. ഒന്ന് ഓർക്കുക, MC റോഡിൽ കൊച്ചു വാഹനക്കാർ എങ്ങനെ യാത്ര ചെയ്യും? ഇത്തരത്തിലുള്ള വാഹന ഓവർടേക്കിംഗ് കാരണമാണ് വലിയ ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അങ്ങനെ പുലിക്കോട് നടന്നത് വലിയ ഒരു വാഹന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആശ്വാസകരം, ആർക്കും വലിയ പരിക്കുകൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.